ഒരു വിവാഹപ്രായം ആയ ഉടനെ തന്നെ വിവാഹം കഴിഞ്ഞതാണ്. പക്ഷെ അതൊരു ലവ് മാരേജ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വിവിധ പ്രഭാഷണങ്ങളും ഉപദേശങ്ങളും ഒക്കെ കേൾക്കുന്ന സമയത്തൊക്കെ മനസ്സിന് വല്ലാത്ത കുറ്റബോധം തോന്നിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് അവരുടെ ഒരു പ്രശ്നം. അത് പിന്നെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ അഫെയറിനെ കുറിച്ചും പ്രേമവിവാഹങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ പ്രേമത്തിലേക്ക് വരാതിരിക്കാനും ഇനി അഥവാ വല്ല പ്രേമിക്കുന്നവരുമുണ്ടെങ്കിൽ അവരാ അവിഹിത ബന്ധങ്ങളെ വിവാഹമാക്കി മാറ്റാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ സ്പീച്ചുകളിലും സംസാരങ്ങളിലും എല്ലാം പറയാം. അപ്പോൾ ഇത് ഓൾറെഡി വിവാഹം കഴിഞ്ഞ ആൾക്കാർ കേൾക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ പോയിന്റുകളും അവരിൽ വലിയ ആശങ്കകൾ സൃഷ്ടിക്കും. അതാണ് ഈ ചോദ്യത്തിന് പിന്നിലുള്ളത്. ഇപ്പോൾ നമ്മൾ പറയണത് ഇങ്ങനെ അവിഹിതമായിട്ടൊരു വിവാഹം സംഭവിച്ചാൽ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ഒരു പൊരുത്തം കിട്ടിക്കോളുന്നില്ല, ബർക്കത്ത് കിട്ടിക്കോളുന്നില്ല. അതിപ്പോൾ എന്ത് ചെയ്യും, ഈ വിവാഹം കഴിഞ്ഞവർ കേൾക്കുമല്ലോ, അപ്പോൾ അവരുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവർ ചിന്തിക്കും, ഇത് നമ്മൾ പ്രേമ വിവാഹം കഴിഞ്ഞത് കൊണ്ടാണ് നമുക്കൊരു ബർക്കത്തില്ലാത്തത്, അന്ന് ആ പ്രഭാഷണത്തിൽ അങ്ങനെ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ പറയുന്നത് ഇവർ വിവാഹത്തിന് മുമ്പ് പരസ്പരം എന്താണ് പല സ്വകാര്യതകളും കൈമാറിയത് കൊണ്ട് എന്തു ചെയ്യും, ഇങ്ങനെ സ്വകാര്യതകൾ കൈമാറുന്നുണ്ടാകും വേറെ പലരോടും എന്നൊരു സംശയത്തിന് വകയുണ്ട് എന്ന് പറയുമ്പോൾ എന്തു ചെയ്യും, അതിൻ്റെ ഭർത്താവ് അങ്ങനെ വല്ലതും ഉണ്ടോ, അതാണോ സംഗതി എന്നാലോചിക്കും. പിന്നെ വിവാഹം വരെ ഉണ്ടാകുന്ന ലവ് അഫെയർ, സ്നേഹം വിവാഹം കഴിഞ്ഞതോട് ഒരു ജീവിതമായി മാറുമ്പോൾ ഈ സ്നേഹം ഒരു പക്ഷേ നഷ്ടപ്പെടാം, ഈ ഒരവസ്ഥ നിലനിന്നുള്ളത്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വിവാഹിതരായവർ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അവർക്കിതൊക്കെ നെഗറ്റീവായിട്ടാണ് തോന്നുന്നത്. അവിടെ നമ്മൾ പറയാനുള്ളത്, ഒരു വിവാഹം ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നടന്നുപോയി, അല്ലെങ്കിൽ മനുഷ്യന് തെറ്റ് സംഭവിക്കുമല്ലോ, ഒരു തെറ്റായ ജീവിത കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോയി എന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരാണും പെണ്ണും ആണല്ലോ. ഇവർക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്? വിവാഹത്തിന് മുമ്പല്ല, വിവാഹാനന്തരമാണ് മനസ്സിലാവുന്നത്. അപ്പോൾ വിവാഹാനന്തരം മനസ്സിലാകുമ്പോൾ അവർ രണ്ടുപേരും ദീനിയായ ഒരു മാറ്റത്തിന് വിധേയമാകുകയാണ്. അപ്പോൾ ദീനിയായ മാറ്റത്തിന് വിധേയമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കാലത്ത് പല തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ സംഭവിച്ചു പോയ തെറ്റുകളുടെ പരിക്കുകൾ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഒരാൾ 25 കൊല്ലം മദ്യപിച്ചു, പിന്നെ അയാൾ മദ്യപാനം നിർത്തി. പക്ഷേ അയാൾക്ക് 40-ാമത്തെ വയസ്സിലോ 50-ാമത്തെ വയസ്സിലോ ലിവർ സിറോസിസ് വന്നാൽ എന്താണ് നമ്മളെന്ത് പറയാനാ? മദ്യപാനം നിർത്തിയതെന്ന് വെച്ചാൽ മദ്യപിച്ച സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഫ്യൂച്ചറിൽ ഭാവിയിൽ അവരെ ബാധിക്കാം. എന്ന പോലെ പ്രേമവിവാഹത്തിൻ്റെ ഭവിഷ്യത്തുകൾ അവരെ ബാധിക്കാം. ചിലപ്പോൾ സെയിം ഏജ് ആയിരിക്കും, ചിലപ്പോൾ ഭർത്താവിന് ഏജ് കുറവായിരിക്കും, ചിലപ്പോൾ അയാളൊരു അധാർമിക സാഹചര്യത്തിൽ ഇത് പലതും സംഭവിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ രണ്ടാക്കും വിശ്വാസപരമായി ഈമാനികമായി അവർ നല്ല വ്യക്തികളാകുമ്പോൾ എന്തു ചെയ്യാണ്, പരസ്പരം പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് സഹകരിച്ച് സ്നേഹിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം ഏത് തെറ്റുകളിൽ നിന്നാണ് മനുഷ്യന് തിരിച്ചു വരാൻ പറ്റും. അതുകൊണ്ട് പ്രേമവിവാഹമായതുകൊണ്ട് ഇനി എന്തായാലും ഞങ്ങൾക്കൊരു ജീവിതമല്ല, ഇനി ഞങ്ങൾക്ക് സക്സസ് ആയി ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നതിന് അർത്ഥമില്ല. പക്ഷെ ഏതാണ് നല്ലത്? ഒരു രോഗം വന്നാൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാം എന്ന് നമ്മളോടൊരാൾ പറയുമ്പോൾ അപ്പോൾ രോഗം ഉണ്ടാവുന്നതിന് പ്രശ്നമില്ലല്ലേ എന്നൊരാൾ പറഞ്ഞ കാര്യമില്ല. രോഗം വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. രോഗം വന്ന് സുഖമാക്കുന്നതും രോഗം വരാതിരിക്കുന്നതുമല്ല ഏറ്റവും നല്ലത്. ഇപ്പോൾ പ്രേമസംബന്ധമായ വിവാഹത്തോട് വരുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കൊരു പക്ഷേ നമ്മുടെ ഈമാൻ കൊണ്ടും വിശ്വാസം കൊണ്ടും ജീവിതമാറ്റം കൊണ്ടും തരണം ചെയ്യാൻ പറ്റിയേക്കാം. അതിൻ്റെ അർത്ഥം അപ്പോൾ പ്രേമിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്നല്ല, നമ്മളത് ഒഴിവാക്കാണ് വേണ്ടത്. എന്നാൽ ഇതിലെത്തിപ്പെട്ട ആളുകൾക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ജീവിതം, ഒരു ദീനിയായി അവർ രണ്ടുപേരും മാറുമ്പോൾ സാധ്യമായേക്കാമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.